ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ താമസേ നമ്മുടെ ചിന്നാറിലുള്ളൊരു ഫോറസ്റ്റ് ഐബിയിലാട്ടാ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ മൂന്നാറിലേക്ക് എത്തിയിട്ടാണ്. മൂന്നാറിൽ നിന്ന് വേണം നമ്മൾ ചിന്നാറിലേക്ക് പോകാൻ. ഏകദേശം ഒരു 40ഓളം കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് മൂന്നാറിൽ നിന്ന് ചിന്നാറിലേക്ക്. മറയൂരിലെത്തിയപ്പോൾ മറയൂർ ചന്ദനക്കാടുകൾ കഴിഞ്ഞിട്ട് വേണം ചിന്നാറിലേക്ക് പോകാൻ. നമ്മളിപ്പോൾ മറയൂരിലൊരു പെട്രോൾ പമ്പിലാണുള്ളത്. വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ട് വേണം വീണ്ടും പോവാൻ. അവിടെ നിന്ന് എടുത്തൊരു കാഴ്ചയാണ് ഇത്. എത്ര മനോഹരമായിട്ടുള്ള കാടാണ് മറയൂരെല്ലാം. നമ്മൾ അങ്ങനെ ചിന്നാറിലേക്ക് പ്രവേശിക്കും. ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് നമ്മുടെ ഐബിയിലെത്താൻ വേണം. ഇപ്പോൾ നമ്മുടെ ഐബിയുടെ തൊട്ട് മുന്നിലെത്തി. ഈ കാണുന്നതാണ് ഐബി ട്ടാ. ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ ഇവിടെ താമസിക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ആനകൾക്ക് വന്ന് ഒരു കൂട്ടം ആനകൾ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി നമുക്ക് റൂമിൻ്റെ ഫ്രണ്ടിൽ ഇതിനും അതേപോലെ കാണാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. റൂമിൻ്റെ ചാവി മേടിക്കണമെങ്കിൽ അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് വേണം ചാവി മേടിക്കാൻ വണ്ടിയിൽ പോവാണ്. നമ്മുടെ റൂം കേട്ടാ. ഒരു വലിയ ഹാള്, അത്യാവശ്യം ഇരിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. ഇത് ഭക്ഷണം കഴിക്കുന്ന ഒരു റൂം. 3 മുറികളോടുകൂടി ചേർന്നാണ് ഈ ഫോറസ്റ്റ് ഐബി. അത്യാവശ്യം 10 പേർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ കിച്ചൺ. സാധനങ്ങളെല്ലാം നമ്മൾ മേടിക്കാൻ കൊണ്ടുവന്നിട്ട് എന്നാൽ അവർ നമുക്ക് ഭക്ഷണങ്ങളെല്ലാം വെച്ച് തരും ഇവിടെ. ഇത് 3ാമത്തെ റൂം. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റൂമുകളാട്ടോ. മറ്റേ നമ്മൾ സ്റ്റേയുടെ ഭാഗമായിട്ടതെല്ലാം ഫോറസ്റ്റ് ഐബി ആണത്. ചുറ്റും കാടാണ്. ധാരാളം എനിമൽ പ്രസൻസ് ഉള്ള ഏരിയ ആട്ടത്. ടോട്ടലിൽ ആനേനൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും രാത്രിയെല്ലാം കാണാൻ എന്ന് പറഞ്ഞത്. ആ കാണുന്നൊരു വാച്ച് ടവർ ആട്ടാ. അങ്ങോട്ട് പോകണം നമുക്ക്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെയിൽ കയറിയതിന് ശേഷം പോകാമെന്ന് വെച്ചിരിക്കട്ടെ അവിടെ.
കാട്ടിലേക്ക് കയറിയിട്ട് വാച്ച് ടവറെല്ലാം കാണാൻ പോവാട്ടോ. നമ്മുടെ കൂടെ കണ്ണൻ ഗൈഡ്, പേര് കണ്ണൻ. ബാക്കിലെല്ലാവരും നടന്നു വരുന്നുണ്ട്. നമ്മൾ വാച്ച് ടവറിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. അത് കാണും വാച്ച് ടവർ. നല്ല ഹൈറ്റിലെ വാച്ച് ടവർ കൊണ്ടിട്ടേക്കുന്നത്. ഇത് 1-ാം നിലയിൽ വെച്ച് കാണുന്ന കാഴ്ചകളാണ്. ഇത് 2-ാമത്തെ നിലയിൽ നിന്ന് കാണുന്നതാണ്. എൻ്റെ പൊന്നെ, എല്ലാം ഭാഗം കാണുന്നത്. ചുമ്മാ ചേട്ടാ. ഞാനിങ്ങനെ നോക്കിയിട്ട് ആ സാധനം കൊണ്ട് ഇവിടെ കയറത്തില്ല. ബാക്കിലുള്ളവർ അവരുടെ ആൾക്കാരാണ്. അവരുടെ ആൾക്കാർ ഇല്ലല്ല, അവരുടെ ആൾക്കാർ. പുറകിൽ പോകുന്ന രണ്ടിൻ്റെ വണ്ടി, ഡീയപ്പോടെ വണ്ടി അവിടെ റോഡ് സ്കോർപ്പിയോ ഉണ്ട്. ഡീയപ്പോടെ വണ്ടി നമ്മൾ രാത്രി ഇന്ന് സഫാരിക്ക് വേണ്ടി ഇറങ്ങിയതല്ല. അനിമൽസിന് വല്ലതും കാണാൻ പറ്റുമെന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ കറങ്ങാൻ ഇറങ്ങിയേക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ആദ്യത്തെ തന്നെ മാൻകൂട്ടത്തിലേ കാണാൻ പറ്റില്ല. കുറച്ച് ദൂരം ചെന്നപ്പോൾ നമുക്കൊരു കാട്ടുപോത്തിനെ കാണാൻ പറ്റിയില്ല. നമ്മളെ കണ്ട വഴിക്ക് ആള് കാട്ടിലേക്ക് മറന്നു. പിന്നെ കണ്ടതൊരു മ്ലാവിൻ്റെ ഒരു ചെറിയ കൂട്ടത്തെയാണ്. രണ്ടെണ്ണമുണ്ട്. കുറച്ച് ദൂരം തന്നെയാണ് അവർ നിൽക്കുന്നത്. നമ്മുടെ ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് ഇത് കാണാൻ പറ്റുന്നത്. നമ്മൾ ആനേനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദൂരം സഞ്ചരിച്ചത്. പക്ഷെ ആനേനെ ഇത്ര നേരമായിട്ട് കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല. എന്തായാലും ഇനി കാണാൻ പറ്റുമെന്ന് നോക്കാം. കാട്ടുപോത്തും നാട്ടുപോത്തും നാടൻ പോത്താണത്. പക്ഷെ കാട്ടുപോത്തും നാടൻ പോത്തും അതന്നെ. ചെറുത് കാട്ടുപോത്തല്ല. ഞങ്ങളിപ്പോൾ
കുളിക്കാൻ പോവാണ് ചിന്നാർ പുഴയിൽ പോയിട്ട്. നമുക്ക് പോവാം. നമ്മള് കുളിക്കാനായിട്ട് നടക്കാപ്പോ എല്ലാവരും. താഴത്തേക്ക് ഇറങ്ങി പോകണം. നമ്മുടെ ഐബിയുടെ രസമാണ് കുളിക്കാൻ. എല്ലാവരും ഇറങ്ങാറായി. ഫുഡടിക്കാൻ നോക്കാം. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ ഒരു ചിന്നാർ വെള്ളച്ചാട്ടമാണത്. ഇവിടുത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആട്ടത്, ചിന്നാർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അങ്ങനെ ചിന്നാറിലെ കാഴ്ചകളുണ്ടല്ലോ. നമ്മൾ നാട്ടിലേക്ക് തിരിക്കാട്ടാ.